BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. രാജീവ് ചന്ദ്രശേഖറിന്റെ തിരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ച് UDF സ്ഥാനാർത്ഥിയായിരുന്ന KS ശബരിനാഥൻ. രാജീവ് ചന്ദ്രശേഖറിന്റെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാണ് KS ശബരിനാഥന്റെ ആവശ്യം. രാജീവ് ചന്ദ്രശേഖർ സ്വത്ത് വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് മറച്ചുവെച്ച് ബംഗളൂരുവിലെ 200 കോടി രൂപയുടെ ആസ്തി വിവരം സത്യവാങ്മൂലത്തിൽ ചേർത്തില്ല. 3 ഇടങ്ങളിലെ സ്ഥാവര വസ്തുക്കളുടെ വിവരം മനഃപൂർവ്വം മറച്ചുവെച്ചെന്നും വസ്തുത പരിശോധിക്കാതെയാണ് വരണാധികാരികൾ പത്രിക അംഗീകരിച്ചതെന്നും സമർപ്പിച്ച ഹർജിയിൽ ശബരിനാഥൻ ആരോപിച്ചു. ഇതിനെതിരെ പരാതിയുണ്ടെന്ന് പറഞ്ഞ് വരണാധികാരിയെ സമീപിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് കേസ് നൽകാനായിരുന്നു വരണാധികാരി ആവശ്യപ്പെട്ടതെന്നാണ് ശബരിനാഥൻ പറയുന്നത്. അതേസമയം കഴക്കൂട്ടം MLA V മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ജനപ്രതിനിധി നിയമം ലംഘിച്ചെന്നാണ് V മുരളീധരനെതിരായ ആക്ഷേപം. LDF സ്ഥാനാർത്ഥി NK അക്ബറിന്റെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗുരുവായൂരിലെ ലീഗ് സ്ഥാനാർത്ഥി CH റഷീദും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വ്യക്തിപരമായ അധിക്ഷേപിക്കുന്ന ലഘുലേഖകൾ LDF വിതരണം ചെയ്തു എന്നാണ് ഹർജിയിൽ പറഞ്ഞത്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നുമായിരുന്നു CH റഷീദിന്റെ ആവശ്യം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.